ഒരു വെറുതെ ഒരു കട, വെറുതെ കട. പിന്നെന്താ ചെയ്ത്? പിന്നൊന്നും ചെയ്തില്ല, അത്ര തന്നെ ചെയ്തുള്ളൂ. ഇവിടെ പിന്നൊന്നും ചെയ്യാനില്ലല്ലോ. ജമന്തിക്ക് ട്യൂലിപ്പിലുണ്ടായ കൊച്ചിനെ പോലെ ഉണ്ട്. അത് കണ്ടില്ല. കാണാത്ത കളറും അല്ലെ പ്രതീക്ഷിക്കാത്ത കളേഴ്സിലൊക്കെ ഉണ്ട്. ഡാർക്ക് പേർപ്പിൾ കളർ. എക്സ്പ്രഷൻ വന്നില്ല. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ആംസ്റ്റർഡാമിലെ സെക്കൻഡ് ഡേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡെൽഫ്റ്റിന്ന് ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്യൂലിപ്പ് ഗാർഡൻ കാണാൻ പോകും, പിന്നെ ഒരു വിൻമില്ലിൻ്റെ ഒരു ഏരിയയിൽ പോകും, പിന്നെ അമലയുടെ കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ കാണാൻ പോകും. അത്രേ ഉള്ളൂ, ചെറിയൊരു പരിപാടി. അപ്പോൾ രാവിലെ അല്ല, ഓൾമോസ്റ്റ് ഒരു ഉച്ചയായിട്ടുണ്ട്. ഉച്ചയായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. നല്ല വെയിലുണ്ട്. ഇന്നലെ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നില്ലേ, ഇന്ന് അതിനും കൂടെ കൂട്ടിയിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്ലസന്റ് ഡേ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ ബോട്ട് റൈഡ് ഈ കനാൽസിൽ കൂടെ പോകുന്നത്. ഇത് ഒരു ടൂർ ഗ്രൂപ്പാണേ. അപ്പോൾ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. നമ്മളിതാ അങ്ങനെ ഡ്രൈവ് ചെയ്ത് ട്യൂലിപ്പ് ഫാമിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്യൂലിപ്പ് ഗാർഡൻ ആയിട്ട് ക്വിക്കൻ ഓഫിലുണ്ട്. അതിൽ നമ്മൾ പോകുന്നില്ല. നമ്മളിവിടെ ഒരു ഫീൽഡാണ്, ഫീൽഡിൽ നിന്നാണ് ഇവിടുന്ന് ഹാർവസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്. ഫ്രൈഡേ ആണ്, എന്നാലും നല്ല തിരക്കുണ്ട്. നമ്മളകത്തോട്ട് ടിക്കറ്റ് എടുത്ത് കയറാൻ പോവാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് പേപ്പർ ഫ്രീ ആണെന്ന് തോന്നുന്നു. കയ്യിൽ സ്റ്റാമ്പ് ഒട്ടിച്ചാ തന്നത് കണ്ടോ. അത് നല്ല പരിപാടി അല്ലേ. ഇത് ഓൾമോസ്റ്റ് ഫുൾ ബ്ലൂം ആയ ട്യൂലിപ്പാണ്. നല്ലൊരു ഫുൾ ബ്ലൂം ആയിട്ടുണ്ട്. ബഡ്സ് അല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. രക്ഷയില്ല. നമുക്ക് ഈ ട്യൂലിപ്പ് നോക്കി പല 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 കളേഴ്സാണ്. ചിലത് ഭയങ്കര ഡാർക്ക് പേർപ്പിളിലൊക്കെ ഉണ്ട്. നമ്മൾ കാണാത്ത കളറും അല്ലെ പ്രതീക്ഷിക്കാത്ത കളേഴ്സിലൊക്കെ ഉണ്ട്. കാണിച്ചു തരാവേ. ഇത് നോക്കി, ഈ ഒരു കളർ കണ്ടോ, ഡാർക്ക് പേർപ്പിൾ കളർ. എന്ത് രസമാണ് നോക്ക്. പിന്നെതാ ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ്. ഇത് ഒരു ലാവൻഡർ കളർ. പിന്നെ ഈ റെഡും യെല്ലോയും നമ്മളെപ്പോഴും കാണുന്ന ഒരു കളർ. ലാവൻഡർ നല്ല രസമുണ്ട്. ഈ ഡാർക്ക് പേർപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ മൊത്തം ഒരു വയലറ്റ് കളർ, പിന്നെ അവിടെ വൈറ്റ്, എല്ലാം ഇങ്ങനെ കളർ കോർഡിനേറ്റഡ് ആയിട്ടാണ് വെക്കുന്നത്. നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഡാർക്ക് പേർപ്പിൾ കളർ കണ്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത് ദൂരെ ട്രെയിൻ പോകുന്നുണ്ട്. വാവ്. ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടേ ഞങ്ങളുടെ കയ്യിൽ പോക്കറ്റ് ഒന്നുമില്ല. അശ്വിന്റെ കയ്യിൽ നോക്കി, ഇവിടെ വലിയൊരു പോക്കറ്റ്, ഇത് വലിയൊരു പോക്കറ്റ്, ജീൻസിന്റെ പോക്കറ്റ്, ജീൻസ് വലിയൊരു ചേളാകം പോലെ ഒരു ജീൻസ്. ഇല്ല, അത് കണ്ടില്ല. പറയാ ഞാൻ മതിലെ ഹുക്ക് പോലെയാണ്. അങ്ങനെ നമ്മളിവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെന്താ ചെയ്ത്? പിന്നൊന്നും ചെയ്തില്ല, അത്ര തന്നെ ചെയ്തുള്ളൂ. ഇവിടെ പിന്നൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഇനി നമ്മൾ അങ്ങോട്ടാ പോകുന്നത്?
ഇനി നമ്മള് സാൻഡാം അവിടെ വിൻമില്ല് അല്ലേ? വിൻമിൽ, അപ്പൊ വിൻമില്ല് കാണാനായിട്ട് നമ്മൾ സാൻഡാം പോകുന്നു. പിന്നെ ഹാർലം പറ്റുവാണെങ്കിൽ നമ്മൾ ഹാർലം തന്നെയാന്ന് തോന്നുന്നു. ഹാർലം ഒരു ചെറിയൊരു സ്മോൾ ടൗൺ. അപ്പോൾ പറ്റിയാണെങ്കിൽ നമുക്ക് അവിടെയും കൂടെ പോകാം. അപ്പോൾ ഇത് ട്യൂലിപ്പ് അല്ല, വേറെ എന്തോ ഒരു ചെടിയാണ്. മറ്റേ ജമന്തിക്ക് ട്യൂലിപ്പിലുണ്ടായ കൊച്ചിനെ പോലെ ഉണ്ട്. വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇതിനൊത്തിരി എതളുണ്ട് അല്ലേ? ഭയങ്കരമായിട്ട് മറ്റേ ട്യൂലിപ്പിന് ഇപ്പൊ എത്ര? 1, 2, 3, 5 എതളൊക്കെ ഉള്ളൂ. മാക്സിമം 5 6 എതള. ഇത് എണ്ണാൻ പറ്റുന്നില്ല, അത്രയും എതളുണ്ട്. പക്ഷെ രസമുണ്ട് കേട്ടോ. ഇത് ഈ 2 ലൈൻ മൊത്തം അത് തന്നെ കൊച്ചു. ബ്യൂട്ടിഫുൾ. നമ്മൾ ആ ടുലിപ്പ് ഗാർഡന്റെ അവിടുന്ന്, ടുലിപ്പ് ഫീൽഡിന്റെ അവിടുന്ന് ഇപ്പൊ ഒരു സാൻഡാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ്. ഇവിടെ മൊത്തം വിൻമിൽസാണ്. അത് കാണാൻ വേണ്ടി വന്നതാണ്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഇതേ കണ്ട ദൂരത്തൊക്കെ വിൻമിൽസ്. അപ്പൊ അത് കാണാനായിട്ട് നമുക്ക് ഇതിലേ പോണം. ഇന്ന് എല്ലായിടത്തും ഈ നെതർലാൻഡ്സ് മോഡലിലുള്ള വീടുകൾ എല്ലായിടത്തും നല്ല രസമുണ്ട്. അത് വീടല്ല, ഇപ്പൊ ചിലതൊക്കെ ഷോപ്സ് ആണ്. പക്ഷെ നല്ല ഭംഗിയില്ലേ? അവിടെ ഒരു എന്തോ ഒരു ജീവിയല്ല, ഇതെന്ത് സാധനം? അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആടാന്ന് തോന്നുന്നേ. മേ ബി ആയിരിക്കും. പക്ഷെ എന്ത് സാധനം? ഇവിടെ കുറച്ച് ഡക്ക് നല്ല ഡക്ക് പോയിട്ട് അവിടെ അവരുടെ പറയുന്ന ഡക്ക്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ വിൻമിൽസ് ഉണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിലുള്ള വിൻമിൽസ്, പുതിയ പോലത്തെ അല്ല കണ്ടോ, പഴയ പോലത്തെ ഈ സെയിലൊക്കെ വെച്ചിട്ടുള്ള വിൻമിൽസ് കണ്ടോ. പഴയ പോലത്തെ വിൻമില്ലാണ്. ഇതിനകത്ത് കയറാൻ പറ്റും, പക്ഷെ ടിക്കറ്റഡ് ആണ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്, പിന്നെ ഇന്ന് ഫുള്ളി ബുക്ക്ഡും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. പക്ഷെ നല്ല രസമുണ്ട് ഈ ഏരിയ മൊത്തം കാണാനായിട്ട്. Thank you. നമ്മളിപ്പോൾ ഒരു വിൻമില്ലിൻ്റെ അകത്ത് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനിങ് ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കയറിയത്. നോക്കിയാണ് മൊത്തം വുഡ്സ് ആണ്. ഇതാണ് വിൻമില്ലിന്റെ അകം കേട്ടോ. ഈ വിൻമില്ലിന്റെ എനർജി ഇവര് യൂസ് ചെയ്യുന്നത് തടി മുറിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയോ, തടി മുറിക്കാൻ. അതാണ് പുറത്ത് ഇത്രയും തടി കിടന്നത് അല്ലേ? ഞാൻ ഓർത്തത്. അതെ, സ്റ്റേഷൻ കണ്ടോ, കുറേ റോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ കോടാലികള്. ഇപ്പോൾ ഫുള്ള് തടി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം എല്ലാ വിൻമില്ലിലും. അതാണ് പുറത്ത് ഒത്തിരി തടി കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്താ സംഭവം. അകത്ത് കയറിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്.
കണ്ടോ ഇവരുടെ സാധനങ്ങളൊക്കെ പണിയെടുക്കുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇത് ഷൂസ്, ഈ തടിയുടെ ഷൂസാണ് ഇവരുടെ. ഹോളണ്ടിൻ്റെ തന്നെ എന്തോ ഒരു എല്ലായിടത്തും കാണാം. ഇത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണ് ഇവരുടെ. പിന്നെ കണ്ടോ തടിയൊക്കെ പുറത്ത് വെള്ളത്തിലും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നാട്ടിൽ കാണാറില്ല ഇങ്ങനെ. ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട്. ഇപ്പോഴാണെങ്കിൽ വെതറും നല്ല ക്ലിയർ ആണ്, വലിയ തണുപ്പും ഇല്ല, അങ്ങനെ ഒരു ഇത് പ്ലസൻ്റ് ആണേ. ഇതാ ഇപ്പം നമ്മൾ മോളിൽ നിന്ന് കണ്ടില്ലേ ആ തടി മുറിക്കുന്നത്, അതിൻ്റെ താഴത്തെ ഒരു ബേസ്മെൻറ്റ് പോലെയാണ്. കണ്ടല്ലോ ഈ അറക്കപ്പൊടി സോഡസ്റ്റ് ഇവിടെ താഴെ വീണ് കിടപ്പുണ്ട്, അത് കളക്ട് ചെയ്യുന്ന ഇവിടെയാണ്. എന്തൊക്കെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഹിസ്റ്ററി വായിച്ചപ്പോൾ പണ്ട് ഇത് സോമില്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു സോമില്ല് ഇതിനകത്ത് പറയുന്ന ഒരു 5 പേരാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഫോർമൻ, ഒരു ഡെപ്യൂട്ടി, പിന്നെ ഒരു അസിസ്റ്റൻറ്റ്, പിന്നെ ഒരു ഫസ്റ്റ് ബോയ്, സെക്കൻഡ് ബോയ്. രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ ഇതിനകത്ത് വർക്ക് ചെയ്യും. വിൻഡ് കൂടുതലുണ്ടെങ്കിൽ 10 മണി വരെ. വിൻ്ററിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ വിൻ്ററിലും ഒക്കെ ഭയങ്കര സ്നോ ഒക്കെ ഇതിനകത്ത് മൂടിക്കിടക്കുമായിരിക്കും, അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഇവരുടെ വേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ഒക്കെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഇവർ പറയുന്നത് 8 to 9 ഗിൽഡേഴ്സ് ഒരു വീക്കിൽ അത്രയൊക്കെ കിട്ടുള്ളായിരുന്നു. പിന്നെ ഇത് കൂടാണ്ട് ഇവർക്ക് കുറച്ച് ഫയർവുഡ് കിട്ടും, പിന്നെ കുറച്ച് മീറ്റ് കിട്ടും, ഇതൊക്കെയായിരുന്നു. പിന്നെ എല്ലാ സോമിലിൻ്റെ അടുത്തൊരു ഷെഡ് ഉണ്ടാവും ഇവർക്ക് ടീ കോഫിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഈ സെക്കൻഡ് ബോയ് ആണ് ഇവർക്ക് ഉച്ചയാകുമ്പോൾ ഇവരവരുടെ വീടുകളിൽ നിന്ന് ഫുഡ് ഒരു വാം ക്ലോത്തിനകത്ത് പൊതിഞ്ഞു കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ പരിപാടികൾ ഇവിടുത്തെ. പിന്നെ വിൻഡ് ഇല്ലാത്ത ദിവസം ഇവരല്ലാന്നുള്ള പരിപാടികൾ ചെയ്യും. മറ്റേ തടി മുറിക്കുന്ന ഇതുണ്ടല്ലോ ഷാർപ്പ് നൈഫ്സും, പിന്നെ ഇവരുടെ ഈ വാളൊക്കെ അതൊക്കെ ഇവർ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ പരിപാടികൾ ചെയ്യും. പിന്നെ തടികളെല്ലാം ഇവർ കുറച്ചും കൂടെ സോർട്ട് ചെയ്യും. അങ്ങനത്തെയാണ് പരിപാടികൾ. ആണോ? 1618 ഉണ്ടാക്കിയത്. 340 ഓക്കെ. 1680 ഉണ്ടാക്കിയത്. 345 വർഷം പഴക്കമുള്ള വിൻമില്ലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മൾ കറക്റ്റ് ടൈമിലാട്ടോ വന്നിട്ട് നമ്മൾ കണ്ടു അത് അടച്ചു കേട്ടോ, ക്ലോസ് ചെയ്തു. ഭാഗ്യം, കറക്റ്റ് കാണാൻ പറ്റി. ഇതാട്ടോ അതിൻ്റെ പുറം ഭാഗം കണ്ടോ, ഫുള്ള് ഇപ്പോഴും തടികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇത് കണ്ടോ, ബ്യൂട്ടിഫുൾ. ഹലോ, ഇനി നമുക്ക് അടുത്ത പരിപാടി എവിടെ പോകുന്നു? ആറണം. യെസ്, അവരാണ് ഉണ്ടാക്കിയ എങ്ങനെ കാണാം. ഡ്രോൺ പറപ്പിക്കാൻ പറ്റുമോ? നമ്മൾ അതിൻ്റെ അടുത്ത് ഐസ്ക്രീം ഒക്കെ മേടിച്ച്, ഞാൻ ചോക്ലേറ്റും വാനില മിക്സ്, അവരുടെ ഒരു മനസ്സിലായില്ലേ പ്ലെയിൻ. നമുക്ക് അശ്വിൻ ദേ ഒരു വെറുതെ ഒരു കട, വെറുതെ സോനിയസ് എനിക്ക് ഗിഫ്റ്റ്. ചാളിവാരി എറിയും ഞാൻ. ഇവിടെ തണുപ്പും മഴയും കൂടുതലാ ആണല്ലേ. കുറച്ചുകൂടെ മരങ്ങളൊക്കെ നല്ല നല്ല പച്ചപ്പിൽ നിൽക്കുന്നു. ഈ മഴയൊക്കെ ഒത്തിരി കൂടുതലുള്ളതുകൊണ്ടായിരിക്കും അല്ലേ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലേ ഇവിടെ? ആൾക്കാർ ഇതിനകത്ത് തന്നെ ഇല്ല. 1-2 കമ്പനീസ് എങ്ങാണ്ടും കണ്ടാലേ അത്രേ ഉള്ളൂ. പിന്നെ
ഇച്ചിരി ദൂരെയാണ് സത്യം. യൂട്രക്കിലാണ് അത്യാവശ്യം ഒത്തിരി കമ്പനീസും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ 6 എത്തി കേട്ടോ. എന്നിട്ട് അവിടെ അമലയുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ മീറ്റ് ചെയ്യാനും ഡിന്നർ അവരുടെ കൂടെ കഴിക്കാനും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരോ സാധനങ്ങൾ ഓർഡർ ചെയ്തു. എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോൾ പേര് ഓർമ്മയില്ല, പക്ഷേ ഇതൊക്കെയായിരുന്നു സാധനങ്ങൾ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈവൻ ദോ പോർഷൻ ഇച്ചിരി കുറവാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇവരെല്ലാവരും എനിക്കൊരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് വന്നു. Happy birthday. റെസ്റ്റോറൻറ്റിലുള്ളവർക്ക് മൊത്തം കൊടുക്കാനുള്ള കേക്ക് കൊണ്ടിരുന്നു. സത്യം. ഒരുപാട് മധുരം. സട്ടിൽ ചേട്ടാ എവിടെ തരാം പിന്നെയാണ്. അയ്യോ ഫയർഫോഴ്സിനും നാട്ടുകാർക്കും എക്സ്പ്രഷൻ വന്നില്ല. ആദ്യത്തെ എക്സ്പ്രഷൻ വന്നില്ല. എന്തായിരിക്കും ഗസ് ചെയ്യാം. ശരിയാ. എന്താ ഭയങ്കര ബുദ്ധിയാണ്. അതെങ്ങനെയാ അങ്ങനെ ഞങ്ങൾ എത്ര ഡ്രാമ കളിച്ചാണ്. അപ്പൊ ഞാൻ അശ്വിന് 2-3 വട്ടം പറഞ്ഞു. ഞാനൊരു ടീഷർട്ട് നോക്കിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാന് വേണോ വേണ്ട അല്ല പറഞ്ഞു നിർത്തി. അപ്പൊ അശ്വിന് നമ്മള് അശ്വിന് എനിക്ക് 2-3 വട്ടം ഞാൻ പറഞ്ഞു അശ്വിന് എനിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. അപ്പൊ വാങ്ങിക്കാനുള്ള അത് അത്രയും വില കൊടുത്ത് മേടിക്കണോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അതിന് വേർത്താണോ എന്ന് പറഞ്ഞ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തോന്നി. അപ്പൊ എനിക്ക് തോന്നി ശിവങ്ങനെ എനിക്ക് മേടിച്ചു തരുമോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഫീഡ്ബാക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. അല്ല പക്ഷെ എനിക്ക് മേടിച്ചു തന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നി മനസ്സിലായി. അപ്പൊ ഞാനിത്ര അശ്വൻ പോയപ്പോ എനിക്ക് തിരിഞ്ഞു നോക്കി. അശ്വൻ കോട പിടിച്ചപ്പോ തന്നെ പോയത് പോയി തിരിച്ചു അതിന് താഴെ കൊടുത്തോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാൻ പിന്നെ അത്രയും വില കൊടുത്തിട്ട് അത് മേടിക്കണോ എന്നുള്ള രീതിയിൽ മറ്റേത് മേടിച്ചതാ. മറ്റേ ചൊറിയുന്നുണ്ട്. ഏതായാലും ഇവർ എനിക്ക് എന്തെങ്കിലും കമ്പനി ഇതായിക്കോട്ടെ. അപ്പൊ എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് അശ്വൻ അവിടെ കിടന്ന് കറങ്ങി തിരിയുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോവാറില്ല. ഞാനതവിടെ വെച്ചു. ഇതൊന്നും ഗസ് ചെയ്യും. എളുപ്പമാണ്. ഇന്നലെ ഞാൻ നോക്കി വെച്ച സ്ഥലത്താണോ? നല്ല
ഗോഡ്, ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അതെ, അതാ എളുപ്പമാണ്. ഓ ലാൻഗോ, ഇതൊക്കെ കാണണം എനിക്ക്. ഇതെന്താ? അത് സിമ്പിൾ സാധനമാണ്. ബെൽജിയം ബെൽജിയം ചോക്ലേറ്റ്. ചോക്ലേറ്റ്. ചേച്ചി എനിക്ക് എന്താ തന്നതെന്ന് ഞാൻ പറയട്ടെ. അല്ല, എനിക്കൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്, പക്ഷെ കവർ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഇതെന്താ? ഇതിന്ന് രാവിലെ വന്നാണോ? അല്ല, ഇത് കുറച്ച് ദിവസമായി വന്നിട്ട്, പക്ഷെ എനിക്ക് കവർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ അവിടുന്ന് ഇനി ഞാൻ പറയാം. ചേച്ചി എനിക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നത്? ഒരു മാക്കിന്റെ ലിപ്സ്റ്റിക്ക്, ബെൽജിയൻ ചോക്ലേറ്റ്സ്, ഷീനിന്റെ ഡ്രസ്. ലിപ്സ്റ്റിക്കിന്റെ സാധനം, ചോക്ലേറ്റ്സ്, ഡ്രസ്. അമല എന്നോട് ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ വെച്ചു ഓക്കേ. ഓക്കെ. ഇതൊക്കെ വ്യത്യാസമുണ്ട് ചേട്ടാ. ഇത് നീ ഇട്ട ഡ്രസ്. ഇതിനകത്ത് കാണുമെന്ന് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സട്ടിൽ, നല്ല സെയിം എക്സാക്ട് ആണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. Ja, dames en heren, ik zeg pak even een heel groot applaus voor onze kale DJ Tony. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ ഭയങ്കര സെലിബ്രേഷൻ. എല്ലാവരും ഓറഞ്ചും ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവിടെ കിങ്ങിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ തലേ ദിവസം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ എൻ്റെയും ബർത്ത്ഡേ ആണ്, പക്ഷേ സെലിബ്രേഷൻ കിങ്ങിൻ്റെ ബർത്ത്ഡേ കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം കൂടെ ചുവന്നുകൊണ്ടിരാണ് നടക്കുക. നമ്മൾ വണ്ടിയിൽ പെട്രോൾ റീഫിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ പാരീസിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇതുവരെ പെട്രോൾ അടിച്ചിട്ടില്ലായിരുന്നു, ഫുൾ ടാങ്ക് ആയിരുന്നു. ഇപ്പം നമുക്ക് അടിക്കണം. ഇവിടെ ഇങ്ങനെയാണ് പെട്രോൾ റീഫിൽ ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ ഉള്ള പോലെ തന്നെ നമ്മൾ തന്നെ റീഫിൽ ചെയ്യണം. പക്ഷെ ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഇലക്ട്രോണിക് പേയ്മെൻ്റ് ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് കാർഡ് ഇട്ട് ടാപ്പ് ചെയ്താൽ മതി. ഒരാളിരിക്കുന്നില്ല. അപ്പോൾ ഏത് രാത്രി വേണമെങ്കിലും നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യം പേയ്മെൻറ്റ് ചെയ്തിട്ട് പെട്രോൾ അടിക്കാം. ഒരു വ്യത്യാസം കണ്ടത്, ഓസ്ട്രേലിയയിൽ നമ്മൾ തന്നെ അടിക്കണം, പക്ഷെ പേ അറ്റ് ദ കൗണ്ടറാണ്. ഇവിടെ അതില്ല. അത് ഒരു കണക്കിന് നല്ലതാണ്. അപ്പോൾ ഒരാളെപ്പോഴും ഇരിക്കണം എന്നില്ല. ഏത് രാത്രി വേണമെങ്കിലും നമുക്ക് വന്ന് അടിക്കാം. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ കേക്കും കാര്യങ്ങളൊക്കെ ഇവർ സർപ്രൈസ് ആയിട്ട് ആ റെസ്റ്റോറൻറ്റ് വെച്ച് തന്നെ അമലയുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചില്ലേ. ഇപ്പം കണ്ടില്ലേ, ഇതിൻ്റെ ക്ലിപ്പിങ്സ് കണ്ടില്ലേ. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്ത് എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ബർത്ത്ഡേ നാളെയാണ്. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ബർത്ത്ഡേ നാളെയാണ്. പക്ഷേ ഇന്ന് 25th ഈവനിങ് നമ്മുടെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ആർണത്തിൽ നിന്ന് തിരിച്ച് ഡെൽഫിലോട്ട് പോവുകയാണ്. 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പിന്നെ പോവാണ്. പിന്നെ വേറെ ഒന്നുമില്ല. നാളെ നമുക്ക് ജസ്റ്റ് ഡെൽഫ്റ്റ് ആയില്ല. നാളെ ഡെൽഫ്റ്റ് ഭാഗമൊക്കെ നമ്മൾ കറങ്ങും. നാളെ ഇവിടുത്തെ കിങ്ങിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. നാളെയല്ല, പുള്ളിയുടെ ബർത്ത്ഡേ 27th ആണ്. 26th ആക്കിയതാണ്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ആക്കിയതാണ്. അപ്പോൾ നാളെ ഇവിടെ മൊത്തം ഫുൾ ഓറഞ്ച്, എല്ലാവരും ഓറഞ്ചും ബ്ലാക്ക് ഒക്കെയാണ് ഇടുന്നത് എന്നാണ് പറഞ്ഞത്. അയ്യോ വണ്ടി എടുക്കല്ലേ, ഞാനും വരുന്നു. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തേ. ഞാനിതിൻ്റെ വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന. അപ്പോൾ പുള്ളിയുടെ ബർത്ത്ഡേക്ക് എല്ലാവരും ഇവിടെ ഓറഞ്ചും ബ്ലാക്കും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഇന്ന് വൈകുന്നേരം തൊട്ട് തുടങ്ങിയിട്ടോ ഇവിടെ സെലിബ്രേഷൻ. ഇടയ്ക്ക് ഞാനൊരു ക്ലിപ്പ് കാണിച്ചില്ലേ. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ വിശേഷം. അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ അല്ലേ, ഇവിടെ ഞാൻ ചിലപ്പോൾ ഓറഞ്ച് ഇട്ടില്ല എന്ന് വരും. ഞാൻ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഇടുമായിരിക്കും. അപ്പോൾ നാളെ പുള്ളിയുടെ ബർത്ത്ഡേയും ഇവിടുത്തെ കിങ്ങിൻ്റെ ബർത്ത്ഡേയും എൻ്റെ ബർത്ത്ഡേയും സെയിം ദിവസമാണ്. അപ്പോൾ നാളത്തെ വിശേഷമൊക്കെ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നാളത്തെ കാണാം. ബൈ.